ബഹുമാനപ്പെട്ടവരെ നമസ്കാരം. ഫേസ് 2 ചെയ്യുന്നത് എങ്ങനെയെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കണ്ടല്ലോ, എൻ്റെ ട്രസ്റ്റ് വാലറ്റിൽ അപ്പക്സിൻ്റെ ടോക്കൺ കിടപ്പുണ്ട്. മിനിമം 125 ടോക്കൺ വേണം ഫേസ് 2ലേക്ക് കൊണ്ടുപോകാൻ. നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതാ കണ്ടല്ലോ, ഡിസ്കവർ എടുക്കുക. എടുത്തതിന് ശേഷം അപ്പക്സ് ടോക്കൺ ഫേസ് 2 ക്ലിക്ക് ചെയ്യുക. അപ്പക്സ് ടോക്കൺ .io എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എൻ്റർ BSC വാലറ്റ് അഡ്രസ് ആൻഡ് പാസ്വേഡ്. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ളതാണ്. ക്ലിക്ക് ഹിയർ ഇഫ് യു ഹാവ് ആൻ അപ്പക്സ് ID. അപ്പക്സ് ID ഉണ്ടോ? ഉണ്ട്, കൊടുക്കുന്നു. ഇനി എൻ്റെ BSC വാലറ്റ് അഡ്രസ്സ് കൊടുക്കണം. BSC വാലറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഇതേറിയും വന്നാലും കാര്യമാക്കേണ്ട, നിങ്ങൾ കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് ചെയ്താൽ എൻ്റെ വാലറ്റ് അഡ്രസ്സ് കയറി വന്നു കഴിഞ്ഞു. ഇതാ എൻ്റെ വാലറ്റ് അഡ്രസ്സ്. ഇനി എൻ്റെ ഫേസ് ഒന്നിലെ ID ഏതാണ്? ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളൂ. കണ്ടു കാണുമല്ലോ. എനിക്കതിനകത്തൊരു പാസ്വേഡ് കൊടുക്കണം. ഞാൻ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ എൻ്റേതായ ഒരു പാസ്വേഡ് കൊടുത്തു. കണക്റ്റ് ഫേസ് 1 അക്കൗണ്ട്. ഇൻവാലിഡ് പാസ്വേഡാണ് കാണിക്കുന്നത്. പാസ്വേഡ് എന്തോ ഒരു വ്യത്യാസം ഉണ്ടാകും. പാസ്വേഡ് നോക്കട്ടെ. എൻ്റേത് മാറിപ്പോയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കോമൺ പാസ്വേഡ് ആയിരിക്കാം അത്. സക്സസ് ആയിട്ട് കോമൺ പാസ്വേഡ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും, എൻ്റെ അപ്പക്സിൻ്റെ ഫേസ് 1ൽ നിന്ന് ഫേസ് 2ലേക്ക് ആ സൈറ്റ് മാറിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ റിസീവിങ് അഡ്രസ്സ് ഉൾപ്പെടെ അവിടെ ആഡായിട്ടുണ്ട്. BSCയുടെ റിസീവിങ് അഡ്രസ്സ് ഉൾപ്പെടെ അവിടെ ആഡായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഫേസ് 2ലേക്ക് ഓട്ടോമാറ്റിക്കലി പോയി. ഇനി നമ്മൾ എന്താ വേണ്ടത്? ഈ കറണ്ട് ബാലൻസ് എന്ന് പറയുന്നിടത്ത് 125 ടോക്കൺ നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് ഞാൻ കാണിക്കാം. ഓപ്ഷൻ എടുക്കുക, ഡിപ്പോസിറ്റ് എടുക്കുക. കൊടുത്ത് നോക്കട്ടെ. ഡിപ്പോസിറ്റ് എടുക്കുക. ഡിപ്പോസിറ്റ് ആവും. അവിടെ ഇത് വന്ന് QR കോഡ് വന്നിട്ടുണ്ട്. QR കോഡ് തൊട്ട് താഴെ നമുക്ക് കോപ്പി ചെയ്യേണ്ട ഇത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ? ആ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങിയതിന് ശേഷം അപ്പക്സിൽ പോവുക. സെൻഡിങ് ഓപ്ഷൻ എടുക്കുക. അത് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ എമൗണ്ട് 125 ടോക്കൺ നമ്മൾ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. അതായത് സെൻഡ് ചെയ്യുക. അതായത് നമ്മൾ അപ്പക്സിൻ്റെ ഫേസ് 2ലേക്ക് സെൻഡ് ചെയ്യുക. കൺഫേം കൊടുക്കുക. എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുത്തു. ഇപ്പോൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ ഇപ്പോൾ കാണാം. ഇപ്പോൾ പെൻഡിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പോയ പോലെ ഡിസ്കവറിൽ പോവുക. അപ്പക്സ് ടോക്കൺ കിടപ്പുണ്ട്. ഫേസ് 2 അപ്പക്സ് ടോക്കൺ ഞാൻ കയറുന്നു. നേരത്തെ പോലെ സൈറ്റ് അവിടെ തന്നെ കിടപ്പുണ്ട്. വന്നോ നമുക്ക് നോക്കാം. 125 APX നമുക്ക് കറണ്ട് ബാലൻസിൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഓപ്ഷൻ എടുക്കുക, പ്ലാൻ എടുക്കുക. പല പ്ലാൻ ഉണ്ട് കേട്ടോ. 50ൻ്റെ വേണാവുന്ന പ്ലാനുണ്ട്, 100ൻ്റെ വേണാവുന്ന പ്ലാനുണ്ട്. മിനിമം 120 വേണം. 120 ഇപ്പോൾ ഞാൻ ബാൻ കൊടുക്കുകയാണ്. 120 ബാൻ കൊടുക്കുമ്പോൾ 70 എനിക്ക് കിട്ടും. 50 ബാനായി പോകും. ബാൻ ഓൺ പ്ലാൻ. സംഗതി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബാക്കി 5 അപ്പക്സ് ബാക്കിയുണ്ട്. എനിക്ക് ബാണായത് ടോട്ടൽ ബാൻഡ് എമൗണ്ട് 50 ടോട്ടൽ സ്റ്റേക്കഡ് എമൗണ്ട് 70. ഇനി നമ്മൾ വീണ്ടും ഈ സൈറ്റിലേക്ക് കയറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിലർക്ക് ഡൗട്ട് കൺഫ്യൂഷൻ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് ഇറങ്ങുക. ബാക്ക് ഇറങ്ങിയല്ലോ, നോക്കാം. ഞാനിതെല്ലാം ബാക്ക് ഇറങ്ങുകയാണ്. എൻ്റെ സൈറ്റ് ആൾറെഡി ആയിക്കഴിഞ്ഞു. ഞാൻ ബാക്ക് ഇറങ്ങുന്നു. പാസ്വേഡ് എപ്പോൾ വേണമെങ്കിലും ആർക്കും ചേഞ്ച് ചെയ്യാം കേട്ടോ. സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാം. ഞാൻ ബാക്ക് ഇറങ്ങി. ഇനി വേണ്ടത്, ഇനി ആ സൈറ്റിൽ നമുക്ക് കയറണമെങ്കിൽ വേണ്ടത്, നമ്മുടെ അപ്പക്സിൻ്റെ റിസീവിങ് അഡ്രസ്സ് എടുക്കുക, കോപ്പി ചെയ്യുക, ബാക്ക് ഇറങ്ങുക. ആ സൈറ്റ് ലോഗ് ഔട്ട് ആയി എങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഡിസ്കവർ എടുക്കുക, ഫേസ് 2 ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇത് ഓണായി കിടക്കുന്ന ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ അപ്പക്സിൻ്റെ റിസീവിങ് അഡ്രസ്സ് എടുത്തിരുന്നല്ലോ, അതിവിടെ പേസ്റ്റ് ചെയ്യുക. തൊട്ട് താഴെ എൻ്റെ പാസ്വേഡ്, ലോഗിൻ കൊടുക്കുക. എൻ്റെ അപ്പക്സിൻ്റെ ഫേസ് 2 ഓക്കെ ആയിട്ടുണ്ട്. അതിൽ ട്രീ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റും. ട്രീ എല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതൊക്കെ ഇനി ഫേസ് 2 മറ്റുള്ളവർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ബൈനറി റെഫറലൂടെ കിട്ടുമെന്നുള്ളത് ഓർക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.